3S ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നെറ്റ് സ്ലോ ആണെങ്കിൽ എങ്ങനെ അത് സ്പീഡാക്കാം. ആദ്യം തന്നെ ഒരു കാര്യം, ഇത് എല്ലാ ഫോണിലും വർക്കൗട്ടായെന്ന് വരില്ല. വർക്കൗട്ട് ആവുന്നവർ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക. നമ്മുടെ യൂട്യൂബൊക്കെ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ കുറേ സിമ്പിളുകൾ കാണിക്കും. അത് നെറ്റ് ലോഡിങ്ങിൻ്റെ സിമ്പിളുകൾ. അപ്പോൾ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു സിമ്പിൾ കാണിക്കുന്നത്. ഈ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വളരെയധികം പാടാണ് യൂട്യൂബിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത് നെറ്റ് സ്ലോ ആണെങ്കിൽ സ്പീഡാക്കാനുള്ള ചെറിയൊരു വഴിയാണ്. ഇൻ്റർനെറ്റ് നമുക്കെല്ലാം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അത് സ്ലോ ആവുകയാണെങ്കിലോ, അപ്പോൾ അത് സ്പീഡാക്കാനുള്ള ഒരു വഴിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നെറ്റ് വേണം. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഗൂഗിള്, അതുപോലെ യൂട്യൂബ്, ഇതിനെല്ലാം നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ഈ ആപ്പുകളെല്ലാം വർക്കാവൂ. അപ്പോൾ നമുക്ക് ഇന്നതെങ്ങനെ സ്പീഡാക്കാം എന്നത് നമുക്ക് നോക്കാം. ഇത് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് വലിയ പാടുള്ള കാര്യമല്ല. നിങ്ങളുടെ കയ്യിലുള്ള ഫോണിലെ നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്യുന്ന ഡയൽ പാഡിലൂടെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിന് വേണ്ടത് നമ്മുടെ ഡയൽ പാഡ് എടുത്തിട്ട് അതിലേക്ക് ***4636 എന്നിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരും. ഇതിൽ ആദ്യം കാണുന്ന ഫോൺ ഇൻഫർമേഷൻ ഉള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരും. അതിനുശേഷം അതിൽ താഴേക്കുള്ളൊരു ആരോ ഉണ്ട്, അതിൻ്റെ ഇടഭാഗത്തായിട്ട് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് കുറേ ഇങ്ങനെ ഓപ്പണായി വരും. അപ്പോൾ അതിൽ നമ്മൾ LTE ഒള്ളി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ബട്ടണും കൂടെ ഓൺ ചെയ്യുക. ഇത്രയും മാത്രമേ നമ്മൾ ആ പേജിൽ ചെയ്യാവുള്ളൂ. എന്നിട്ട് നിങ്ങളുടെ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ റീസ്റ്റാർട്ടായി വരുമ്പോൾ നമ്മുടെ ഫോണ് നെറ്റ് സ്പീഡാകും. ഇത് എല്ലാ ഫോണിലും വർക്കൗട്ടല്ല, ചില ഫോണുകളിൽ മാത്രമേ കിട്ടൂ. അടുത്ത ഒരു വീഡിയോയുമായി എത്തുന്നിടം വരെ ബൈ.